ഹായ് മച്ചമ്മരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നത് കിഡിലൻ ഒരു കാഴ്ചയുമായിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഇന്നലെ ഇത് കണ്ടിട്ടുണ്ടാവണം. എന്നാൽ പകുതിയിലേറെ പേർ ഇത് മിസ് ചെയ്തിട്ടുണ്ടാവും. അത്ര മനോഹരമായിരുന്നു ഇന്നത്തെ കാഴ്ച. ആ കാഴ്ച കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇത് നിങ്ങളൊരിക്കലും മിസ് ചെയ്യരുത്. കാരണം മറ്റൊന്നുമല്ല, ഇത് അത്ര മനോഹരമായിരുന്നു. 2024 അതായത് 2024 അവസാനത്തെ സൂപ്പർ മൂൺ കാഴ്ച. ശരിക്കും എനിക്കിതൊരു വിസ്മയ അനുഭവമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഇന്നലെ രാത്രി കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി ഏകദേശം 12-നും 2-നും ഇടയിലാണ് എനിക്കിങ്ങനൊരു മനോഹരമായ കാഴ്ച കാണാൻ സാധ്യമായത്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം ഉണ്ട് ആ കാഴ്ചയുടെ വിസ്മയം. ചിലർക്ക് ഇതൊരു അനുഭവം അല്ലെങ്കിൽ അത്ഭുതമേ ആയിരിക്കില്ല. പക്ഷേ മറ്റു ചിലർക്ക് തികച്ചും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മൂൺ കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അർദ്ധരാത്രിയോടുകൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. വീട്ടിലുള്ള എല്ലാവരെയും തന്നെ വിളിച്ച് കാണിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അർദ്ധരാത്രിയല്ലേ, പോയി മുട്ടിക്കഴിഞ്ഞാൽ മുട്ട കിട്ടുന്നത് തീർച്ചയായും എനിക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് അതിന് ഞാൻ മുതിർന്നില്ല. തമിഴ് ഇൻഡസ്ട്രിയിലെ കിഡിലൻ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ കാണാനിടയുണ്ടായത്. 2024 അവസാനത്തെ സൂപ്പർ മൂൺ കാഴ്ച. സിനിമ അത്രയും മനോഹരമായി തന്നെ എടുത്തു വച്ചതിനാൽ അതിലെ ഒരു പോർഷൻ പോലും മിസ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. ആയതിനാൽ തന്നെ ആ നേരത്ത് സൂപ്പർ മൂൺ കാണണം എന്നൊരാഗ്രഹവും മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. സിനിമ കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്കിറങ്ങി. കൂരിരുട്ട് എന്ന് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ മൂൺ കാഴ്ചയായതിനാൽ തന്നെ സൂപ്പർ നിലാവെളിച്ചമായിരുന്നു ചുറ്റും. എന്നാൽ എന്നെ ഭയപ്പെടുത്തുന്ന ഒരുപാട് ശബ്ദങ്ങൾ പ്രകൃതി എനിക്കായി ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, കാരണം അത്ര മനോഹരമായിരുന്നു ഇന്നലെ രാത്രി കണ്ട ആ കാഴ്ച. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച മറ്റെല്ലാവരിലേക്കും എത്തിക്കണം, അല്ലെങ്കിൽ മറ്റെല്ലാവരെയും കാണിക്കണം എന്നെനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ചീവീട് കീരാൻ കൊടുക്കുക. ഇവറ്റകളുടെ ഒന്നും ശബ്ദം പോരാഞ്ഞിട്ടാണ് എവിടുന്നോ ഒരു നായയുടെ ഓരിയിടുന്ന ശബ്ദം. എൻ്റെ മോനെ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിന്നതെന്ന് എനിക്ക് അറിയൂ. പിന്നെ ഓരോന്നിനെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി. നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ടോലും അല്ല, ഉണ്ട്. ഒരുപാട് തെളിവ് ഒരുപാട് ആൾക്കാർ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വിവോ X100 ഈ ഒരു ഫോണിലാണ് ഈ ഒരു മൂൺ ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. അത്ര മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഫോണിൽ ഈ ഒരു മൂണിൻ്റെ കാഴ്ച വ്യക്തമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ഫോട്ടോകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിവിടെ കാഴ്ചവെക്കുന്നത്. ശരിക്കും മൂണിനെ പോയി തൊട്ട ഒരു അനുഭവമാണ് ഇന്നലെ എനിക്ക് ഫീൽ ചെയ്തത്. അത്രയേറെ മനോഹരമായിരുന്നു വിവോ X100 എനിക്ക് കാണാൻ സാധിച്ച ഈ ഒരു കാഴ്ച. So, buy your best phone, Vivo X100. It's not just a phone. പൈസ ആയാലും ക്വാളിറ്റി ആയാലും ഇതിലെ ഫീച്ചേഴ്സ് ആയാലും നമ്മളെ ശരിക്കും ഞെട്ടിക്കും. മറ്റൊരു ഫോണുമായിട്ടും കമ്പയർ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇത്ര പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിവോ X100. So, bye.